രക്ഷപ്പെടുന്ന ആരെങ്കിലും കഴിയും. എനിക്ക് ഓരോന്ന് കാണാനാണ്, ഈ കാലത്ത് ഔലിയ ആയിട്ടൊന്ന് പരിചയപ്പെടാനാണ്, വേറെ ഒന്നല്ല. ആരല്ലേ? പിന്നെയുണ്ട് പ്രതീക്ഷ ആര്? അല്ലാഹുവിനും ഹബീബിനും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് ചോദിക്കണ്ട, നിങ്ങൾ എവിടെ കാണുക? മീസാൻ എന്ന തുലാസിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും. ഉമൈർ വരുമ്പോ പടച്ചവനോട് പറയുന്നുണ്ട്, പടച്ചവനെ ഇതിന്റെ ആളാണ്, അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, രക്ഷപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. ഓൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നറിയാം, ഞാൻ പറഞ്ഞുകൊണ്ടത് രക്ഷപ്പെടുത്തി കൊടുക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖൽബ് തുറന്ന് പറയാം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടുന്ന് ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഹൗദിൻ്റെ അടുത്തുണ്ടാവും, ഹൗദുൽ കൗസറിൻ്റെ അടുത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ പറയുന്നത് മങ്കൂസ് മൗലൂദിലെ ഇർത്തഖബത്ത് ചെല്ലാൻ പറ്റുമോ? അശ്ശഫാഅത്ത് ചെല്ലാൻ പറ്റുമോ? ഇന്നനാ നർജു ഇല കഅ്സി ഹൗദിക, ഹൗദുൽ കൗസർക്ക് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഞാനൊരു സാധനം തന്നെങ്കിൽ പിന്നെ നിങ്ങളോട് ചോദിക്കണമെങ്കിൽ പ്രശ്നമുണ്ടോ? ഒരു 5 ലക്ഷം നിങ്ങൾ എനിക്ക് തന്നാൽ എന്നോട് ചോദിക്കും, ഉസ്താദ് 5 ലക്ഷത്തിന് കുറച്ചെങ്കിൽ തരുമോ എന്ന് ചോദിച്ചൂടെ? ആർക്കാ ഹൗദുൽ കൗസർ കൊടുത്തത്? നിങ്ങളുടെ കൂടെ വരെയും ആർക്കാ ഹൗദുൽ കൗസർ കൊടുത്തത്? റസൂലുള്ളാഹിക്ക്. നബിയെ കുറച്ചെങ്കിൽ തരൂലേ? إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي. കുടുംബത്തോടൊപ്പം ഹബീബിന്റെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അല്ലാഹുവേ സൗഭാഗ്യം തരണേ റബ്ബേ. അവിടെയൊന്നും കണ്ടില്ലെങ്കിലോ നബിയേ, അവസാനത്തെ എക്സിറ്റിൽ ഞാൻ ഉണ്ടാകും. അവിടെയാണ് അവസാനത്തെ എക്സിറ്റ്. എവിടെ പറയും? തെറ്റിക്കോട്ടെ, നമ്മളിന്ന് കണ്ടാ പോരെ? എവിടെ? സിറാത്താണ്, സിറാത്ത് പാലം. അത് നമ്മളെ മൊയ്തു പാലം പോലല്ല. 4000 കിലോമീറ്റർ കയറ്റമാണ്, 4000 ഇറക്കമാണ്, 4000 സമതലമാണ്, 12000 കിലോമീറ്റർ ദൂരമാണ് സിറാത്തിന്റെ ദൂരമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ പൊട്ടത്തരം വിളിച്ചറിയില്ലേ എന്നല്ലേ ലിബറൽ വാദികളൊക്കെ ചോദിച്ചു കൊടുക്കണം. ഒരു പോലെ പണി നോക്കാം. മുടിയേക്കാൾ നേരിയതാണ്. എങ്ങനെ ഇപ്പൊ ഇവിടുന്ന് ഇത്ര തന്നെ മുടിയേക്കാൾ നേരത് കെട്ടാൻ കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെ അത് സങ്കല്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുന്നു, അവിടെ ഞാൻ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് പോലെ സിറാത്ത് പാലത്ത് നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുമ്പോ ഒരേ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാനും നിങ്ങളും ആ സിറാത്തിന്റെ മുകളിലേക്ക് കയറുമ്പോ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തി കൊടുക്കണേ, ഇത് കടക്കാൻ നീ സഹായിക്കണേ എന്ന് എനിക്കും നിനക്കും ശുപാർശ ചെയ്യുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. അവസാനിപ്പിക്കുകയാണ് സൂറത്തുൽ ളുഹാ. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ആഴ്ചകളോളം ഹബീബിന് വഹീമായി കൊണ്ട് ജിബ്രീൽ വരുന്നില്ല. ഒരുപാട് ദിവസങ്ങളോളം വഹീമായി കൊണ്ട് ജിബ്രീൽ വരുന്നില്ല. ആ സമയത്താണ് ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങുന്നത്. മുഹമ്മദിനെ അല്ലാഹു പോലും ഒഴിവാക്കിയിട്ടുണ്ട്. മുഹമ്മദിനെ എല്ലാവരും അല്ലാഹു പോലും കൈയൊഴിഞ്ഞിട്ടുണ്ട്. വഹീ ജിബ്രീലുമായി വരുന്നില്ല. മുഹമ്മദിനെ അല്ലാഹു പോലും കൈയൊഴിഞ്ഞിട്ടുണ്ട്. സഹാബത്തിനോട് ഹബീബിനെ കുറിച്ച് കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ജിബ്രീൽ വരുന്നത്. ഓതി കൊടുക്കുന്നുണ്ട്, വല്ലുഹാ, ളുഹയെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രി ഇരുൾമുറ്റിയാൽ ആ ഇരുൾമുറ്റിയ രാത്രിയെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ആരെന്ത് പറഞ്ഞോട്ടെ നബിയെ, നിങ്ങളെ അല്ലാഹു കൈവിട്ടിട്ടില്ല. എന്നിട്ട് അടുത്ത വർത്താനം അല്ലാഹുവിന് പറയാനുള്ളത് ഇതാണ്, നിങ്ങളെ അല്ലാഹു കൈവിട്ടിട്ടില്ല. വലസൗഫ യുഅതീക റബ്ബുക ഫതല്ലാഹ്. നിങ്ങൾ എപ്പോഴാണ് മതി എന്ന് പറയുന്നത് അതുവരെ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും നബിയേ. മന്തി ഇങ്ങനെ കഴിക്കുമ്പോ ഇഞ്ഞി ഇഡല്ലി എന്ന് പറയാറുണ്ടല്ലോ, അത് തീരല്ലോ, മന്തി തീരല്ലോ, അതല്ലേ ഇപ്പൊ തിരാൻ പ്രയാസമുള്ളൂ. മന്തി ഇങ്ങനെ ഇട്ടിട്ട് ഒരുപാട് ഫുഡ് വെക്കുമ്പോ കുറെ ഇങ്ങനെ തിന്നു കഴിയുമ്പോ ഇനി ഇഡല്ലി കൊള്ളൂല എന്ന് പറയണില്ലേ? ആ പറച്ചിൽ വരെ നബിയെ നിങ്ങൾക്ക് ഞാൻ മന്തി തരുന്നല്ല, തന്നുകൊണ്ടേ ഇരിക്കും നബിയെ. നിങ്ങൾ എപ്പോഴാണോ എന്നോട് മതി എന്ന് പറയുന്നത് അതുവരെ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടേ ഇരിക്കും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറയുകയാണ്, വലൻ
ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ പോലും നരകത്തിൽ ബാക്കിയുണ്ടെങ്കിൽ എന്റെ റബ്ബിനോട് ഞാൻ എനിക്ക് തൃപ്തിയായി എന്ന് പറയുകയില്ല. ആ ആളെ പോലും നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റിയിട്ട് എന്റെ കൂടെ ചേർക്കുന്നത് വരെ ഞാൻ എന്റെ റബ്ബിനോട് മതിയായി എന്ന് പറയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എനിക്ക് പറയാനുള്ളത് 2 ദിവസത്തിലാകത്ത് എന്തിനാ സ്നേഹിക്കുന്നത്? രക്ഷപ്പെടുത്താൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന്. അതിന്റെ അപ്പുറം വേറൊരു വർത്താനില്ല. അള്ളാഹു ഖൽബ് തുറന്നു തരുമാറാകട്ടെ. ആ രക്ഷ കിട്ടണമെങ്കിൽ കുറച്ച് ഹബീബിനോടുള്ള മഹബത്ത് വരണം. അള്ളാഹു തൗഫീഖ്. തെറ്റ് ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പടച്ചവനോട് പറയാം, പടച്ചവനെ ഞാൻ പാവല്ലേ, നീ പുറത്ത്, ഞാൻ മലക്കൊന്നല്ലല്ലോ റബ്ബേ, മലക്കല്ല തെറ്റ് ചെയ്യാതിരിക്കാൻ, നീ എന്നെ മനുഷ്യനായിട്ടല്ലേ പഠിച്ചത്, ഞാൻ തെറ്റൊക്കെ ചെയ്തു പോയിട്ടുണ്ട്, നീ എനിക്ക് പുറത്ത് തന്നേക്കല്ല, ഞാനൊരു പാവല്ലേ, മുത്തുനബിന്റെ അപ്പുകൊണ്ട് നീ പുറത്തിരണേ റബ്ബേ. സ്വലാത്ത് ഇങ്ങനെ ചെല്ലി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഈ സദസ്സിൽ എനിക്ക് കൊണ്ടുപോകാൻ, നാളെ ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാര്യം ചോദിക്കാൻ. ആയുസ് നിലനിൽക്കുന്ന കാലത്തോളം, ഓർമ്മ നിലനിൽക്കുന്ന കാലത്തോളം ഒരു ദിവസം ഒരു 10 സ്വലാത്തെങ്കിലും ഞാൻ ചൊല്ലും എന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് കൈബന്ധിക്കാൻ പറ്റുമോ? മരണം വരെ അല്ലെങ്കിൽ ഓർമ്മ നിലനിൽക്കുന്ന കാലത്തോളം അവിടെ ചെല്ലുന്നുണ്ടാകാം, ശരി, ഒരു